എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുൻപ് ഞാൻ 2 ടൈപ്പിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കേക്ക് മൈദ, മുട്ട, വെണ്ണ, പഞ്ചസാര ഇതൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരുപാട് പേര് ഇങ്ങനെ ഒരു റെസിപ്പിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഗ്ലെസ് കേക്ക് വേണ്ടവർക്ക് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്ക് വേണ്ടവർക്കും ഈ രീതി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദ എടുക്കാവുന്നതാണ്. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ്. 1 കപ്പ് ചീകിയ ശർക്കരയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ഒരു കപ്പാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതൊരു കപ്പോളം ഉണ്ട്. നിങ്ങൾക്ക് ഈ വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം വെച്ചിട്ട് ഇത് അലിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം ഇത് അരിച്ചെടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ടിപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് തിളച്ചൊന്നും വരണ്ട, ശർക്കര ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വന്നാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. നമുക്ക് ഇവിടെ പട്ട പൊടിച്ചത് വേണം, ജാതിക്ക പൊടിച്ചത് വേണം. ഇത് രണ്ടും ഞാൻ പൊടികളായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഏലക്കയും ഗ്രാമ്പൂവും കൂടി വേണം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 2 ഏലക്കയും 2 ഗ്രാമ്പൂവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാം മുഴുവനെയാണ് എടുക്കുന്നതെങ്കിൽ ഒരുമിച്ചിട്ട് പൊടിക്കുക. ഈ പഞ്ചസാരയിൽ ഈ ഗ്രാമ്പൂ ഏലക്കയൊന്നും പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കാത്തത് കാരണമാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്പൈസസ് ആണ്. ഇത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ജാതിക്കയുടെ പൊടിയാണ്. ജാതിക്കയുടെ പൊടി പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ ചേർക്കുന്നത് പട്ട പൊടിച്ചത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയിലിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഏലക്കയും ഗ്രാമ്പൂ കൂടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുൻപ് തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഈ ശർക്കരയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ സ്പാറ്റുല അല്ലെങ്കിൽ ഒരു തടിത്തവി ഏതെങ്കിലും വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കട്ട കെട്ടാതെ ഈ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കട്ട കെട്ടാതെ മിക്സ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ്, അതായത് ഒരു 100 ml വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരേ ഡയറക്ഷനിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്നത് താഴേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓവനിലാണ്. നിങ്ങൾ പ്രഷർ കുക്കറിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തൈരും ബേക്കിംഗ് സോഡയും കൂടെ ചേർന്നിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എഗ്ലെസ് കേക്കാണ്. അപ്പോൾ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാം. ഞാനിവിടെ 2 കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഞാൻ ഈ എടുക്കുന്ന കേക്ക് ടിൻ 1/2 ലിറ്ററിൻ്റെ ടിന്നാണ്. നിങ്ങൾക്കിത് 8 ഇഞ്ച് പാനിലോ അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ പാനിലോ ഈ ബാറ്റർ ഒഴിക്കാവുന്നതാണ് ഒരുമിച്ച്. ഞാനിവിടെ 2 ടിന്നിലാക്കിയാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ വേണ്ടവർ അതുപോലെ ചെയ്യുക. പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 170 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയം വേണ്ടി വരും ഇത് നന്നായിട്ട് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറാകുമ്പോൾ തന്നെ നോക്കുക ഇത് നന്നായിട്ട് ബേക്കായോ എന്ന്. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരാണെങ്കിൽ ബേക്കായി എന്നാണ്. ഞാനിവിടെ 1.5 മണിക്കൂറാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒരുപാട് അങ്ങ് ഹാർഡായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ 3 ടൈപ്പിലുള്ള കേക്കുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് സാധാ കേക്ക് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല ടേസ്റ്റിലും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിലും. വളരെ സോഫ്റ്റാണ്, അതേസമയം ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിയിൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഈ കേക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അധികം നാൾ നമ്മൾ വെക്കാൻ തോന്നില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അറിയാം ഇത് നല്ല സോഫ്റ്റാണ്. ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല, ഇതിൽ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പഞ്ചസാര കരിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ശർക്കരയിൽ തന്നെ ആ കളറ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗോതമ്പ് പൊടിയും ശർക്കരയും ഒക്കെ വെച്ചിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്